മീഡിയ പ്രസൻസ് ഇഞ്ചോടിഞ്ചിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരംഭിക്കുകയാണ്. മഴയില്ലെങ്കിൽ കൊടും ചൂടാണ്, മഴയാണെങ്കിൽ മഴയോട് മഴ. അപ്പോൾ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ നല്ല ചൂടാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഇന്ന് ആ ചൂടിനെ മാറ്റിയിട്ട് ഒന്ന് കറങ്ങാൻ വേണ്ടി വന്ന ടീമാണോ എന്നറിയില്ല, എന്തായാലും അവരോട് ചോദിക്കണം. ഒരു വലിയൊരു ടീമിനാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നമസ്കാരം. സുഖമാണോ? സുഖമാണ്. ഓക്കെ, എല്ലാവരും അധ്വാനിക്കുന്ന ടീമാണല്ലോ. അല്ല, പേരെന്താണ്? അനന്തു. സ്ഥലം എവിടെയാണ് എല്ലാവരുടെയും? എറണാകുളം, കോട്ടയം. കോട്ടയം, എറണാകുളം. ആൾക്കാരൊക്കെ ഉണ്ട്. ശരി. അപ്പോൾ തിരുവനന്തപുരം ഫുള്ളായിട്ട് ഒന്ന് കറങ്ങേണ്ട പ്ലാനിലാണ് വന്നേക്കണേ. ഞങ്ങളിവിടെ ഒരു പുരസ്കാര പരിപാടിയില്ലേ, ഫോക്ലോറിന്റെ, അതിൽ എന്തിന്റെ പുരസ്കാരമാണ്? ചെണ്ടമേളത്തിന്റെ. വെരി ഗുഡ്. അപ്പോൾ അവിടെ ഒരു ടീം, വലിയ ടീമുണ്ട് ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട്, അല്ലേ? വെരി ഗുഡ്. വേറെ എന്തെങ്കിലും ജോലി ഒന്നും ചെയ്യുന്നുണ്ടോ? ഇത് തന്നെ പരിപാടി, ചെണ്ടമേളത്തിന്റെ പരിപാടി. ഓക്കെ. അപ്പോൾ സീസൺ ആണോ? സീസൺ അല്ല, വർക്ക് ഉണ്ടായിരുന്നു. ഓക്കെ. സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു. ഓക്കെ, ഹാപ്പിയാണ്. ഓക്കെ, നല്ലൊരു ടീമിനെ. നിങ്ങളൊരു ചെണ്ടമേളത്തിന്റെ ടീമിന്റെ പേരെന്താണ്? ശ്രീ മഹാദേവ ചെണ്ടമേളം, അല്ലേ? എവിടെയാണ് സ്ഥലം കൊടുക്കാറ്? പെരുവ ശ്രീ മഹാദേവ ചെണ്ടമേളം ടീം. നിങ്ങൾ ഇത്രമേ ആളുകളല്ല, കൂടുതലുണ്ടോ? കൂടുതലുണ്ട്, ഒരുപാട് പേരുണ്ട്. ശരി. അപ്പൊ എത്ര വർഷമായി ഇപ്പൊ ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനം? ഞങ്ങളൊരു 10 വർഷം. 10 വർഷമായിട്ട് ഈ ടീം തന്നെ ആയിട്ടാണ്. ഓക്കെ. ആരും ഗൾഫിലേക്ക് പോയിട്ടില്ല, ഗൾഫിൽ നിന്ന് ആരും വന്നിട്ടില്ല. രണ്ടുപേര് പോയി. ശരി. ഓക്കെ. പേരെന്താണ്? നന്ദു. സുഖമായിരിക്കുന്നു? നന്ദുവിന്റെ ചിരി നല്ല രസമാണല്ലോ കാണാൻ വേണ്ടിട്ട്. ലൈനൊക്കെ ഇല്ലേ നന്ദു? ശരി. വീട്ടിലാരൊക്കെ ഉണ്ട് നന്ദു? അച്ഛൻ, അമ്മ, അനിയൻ. എല്ലാവരും സുഖമായിരിക്കുന്നു. വീട്ടില് ഈ ഇങ്ങനൊരു കലാ പാരമ്പര്യമുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നോ ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട്? ഇല്ല, ഇഷ്ടമാണ് എല്ലാവർക്കും ഇഷ്ടമാണ്, അല്ലേ? ശരി. അപ്പൊ ഏതൊക്കെ സ്ഥലങ്ങൾ ദൂരത്തൊക്കെ നമ്മൾ കേരളം വിട്ട് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ബാംഗ്ലൂർ പോയിട്ടുണ്ട്. അസോസിയേഷന്റെ പരിപാടിക്കൊക്കെയാണ്. അസോസിയേഷന്റെ പരിപാടിക്കാണ് പോയത്. ശരി. അത് അവിടെ ഇപ്പം ക്ഷേത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, ക്ഷേത്ര പരിപാടിയാണോ? അല്ല, ഓണം അങ്ങനെയുള്ള പരിപാടിക്കൊക്കെ ആയിരുന്നു. ശരി. ഓക്കെ. പേരെന്താണ്? അനി. ഓക്കെ. സുഖമായിരിക്കുന്നു? അടിപൊളിയാണ്. എല്ലാവരും ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തന്നെയാണ്, അല്ലെങ്കിൽ മീൻസ് വേറെ ജോലി, ഓരോ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. എപ്പോൾ നിങ്ങളുടെ ഈ ഒരു ചെണ്ടമേളത്തിന്റെ ഈ ഒരു പ്രാക്ടീസ് എല്ലാവരും ഉറങ്ങിക്കിടന്നതിന് ശേഷമാണ്? വൈകിട്ട് പ്രോഗ്രാം ഇല്ലാത്ത സമയം. ചില ആൾക്കാർ നമ്മുടെ ഈ ഞാൻ കണ്ണൂര് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഈ കടപ്പുറം സൈഡിൽ നിന്നൊക്കെ നിന്നിട്ടൊക്കെ അങ്ങനെ ചെയ്യുന്നൊക്കെ ആണ്. പാർക്കിലൊക്കെ നിന്നിട്ടൊക്കെ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെ റൂമാണോ അല്ലെങ്കിൽ പാർക്ക്? റൂം അവിടെ തന്നെ, റൂമായിട്ട് തന്നെ. എത്ര ടീം അംഗങ്ങളുണ്ട് നിങ്ങൾ ടോട്ടൽ? 25 ആൾക്കാരുണ്ട്. ഓക്കെ. അപ്പോൾ ഒരു ഈ ചെണ്ടമേള ഇപ്പോഴത്തെ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, ഒരുപാട് വയലിൻ ഫ്യൂഷൻ എന്നൊക്കെ പെട്ട അങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടോ അല്ലെങ്കിൽ ജസ്റ്റ് എല്ലാ മോഡലും ചെയ്യാറുണ്ട്, അല്ലേ? ശരി. പേരെന്താണ്? അബി. സുഖമായിരിക്കുന്നു? ഭക്ഷണം കഴിച്ചോ അബി? ക്യാൻറ്റീൻ കഴിച്ചിട്ടാണ്. നമ്മുടെ നാട്ടിലെ ഫുഡാണോ അല്ലെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്തെ ഫുഡാണോ സ്റ്റൈല്, ടേസ്റ്റ്? നമുക്ക് എപ്പോഴും വീട്ടിലത്തെ വീട്ടിലെ ഫുഡാണ്. ഇപ്പൊ എന്തെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അതിൽ ഇന്നത്ത് കുറഞ്ഞു പോയി എന്ന് പറഞ്ഞു ഒന്നും പറഞ്ഞിട്ടില്ല, പക്ഷെ എല്ലാം കഴിക്കും. പ്രത്യേകിച്ച് കലാകാരന്മാർക്ക് കിട്ടുന്ന ഫുഡ് ഒന്ന് കഴിച്ചേക്കാം, ഒന്നുമില്ലെങ്കിൽ അതുപോലെ തന്നെ, അല്ലേ? ശരി. അടിപൊളി. പേര്? വിശാൽ. എവിടെയാണ് സ്ഥലം? കോട്ടയം തന്നെ. ഞങ്ങള് എല്ലാവരും ഓൾമോസ്റ്റ് എല്ലാവരും ഒരു അടുത്തടുത്തുള്ള ആൾക്കാരാണ്. മുന്നേ പഠിച്ചവരുണ്ടോ? ഒരുമിച്ച് പഠിച്ച ആൾക്കാരുണ്ടോ? പഠിച്ചവരില്ല, പ്രവേശിച്ചിട്ട് പ്രായം കുറവായിരിക്കും. സത്യം പറയണേ. ശരി. അടിപൊളിയാണ്. ഓക്കെ. പേര്? അനന്തു. എങ്ങനെ വന്നിരിക്കുന്നത്? ബൈ ട്രെയിനാണോ അല്ലെങ്കിൽ വണ്ടി ആക്കിയിട്ടാണോ വന്നത്? ട്രാവലറിലാക്കിയിട്ട് വന്നു. എത്ര മണിക്കാണ് പുരസ്കാരം? 3:30. വൈകിട്ട് 3 മണിക്കാണ്. 3 മണിക്കാണ്. ശരി. അത് വലിയൊരു സംഭവമല്ലേ, അല്ലേ? ഒരു നാടിന്റെ ഒരു വലിയൊരു സംഭവമല്ലേ അത്? ഫോക്ലോറിന്റെ ഏത് രീതിയിലുള്ള ഒരു ഇതാണ് തരുന്നത് പുരസ്കാരം? മികച്ച എന്നുള്ള രീതിയിലാണോ അല്ലെങ്കിൽ ഒരു ചെണ്ടമേളക്കാർക്ക് കൊടുക്കുന്ന രീതിയിലുള്ള ഒരു സംഭവമാണ് പുരസ്കാരം? വിഭാഗത്തിനായിട്ട് ഓരോന്നുണ്ട്. ചീഫ് മിനിസ്റ്റർ ആണ് മുഖ്യാതിഥിയായിട്ട് വരുന്നത്, അല്ലേ? ശരി. പേരെന്താണ്? അനീഷ്. സുഖമായിരിക്കുന്നു? വേറെന്ത് ജോലി ചെയ്യുന്നു അനീഷ്? ഞാൻ ഡ്രൈവറാണ്. നാട്ടിൽ തന്നെ. ഏതാ വാഹനം? ബസ്സിലാണ്. അപ്പോൾ അതിൽ തന്നെ യാത്ര ചെയ്യാറുണ്ടോ? ചിലപ്പോൾ എല്ലാവരും കൂടി ചെണ്ടമേളത്തിനൊക്കെ പോകാറുണ്ടോ? എല്ലാവരും പോകാറുണ്ട്. ശരി. അപ്പോൾ വലിയൊരു ചെണ്ടമേളം ടീമിനെയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. വലിയൊരു കലാകാരന്മാരാണ്. നമുക്ക് ഇതൊരു ആവേശത്തിന് ഒരു വർക്കല്ലേ ചെണ്ടമേളം എന്ന് പറയുന്നത്? ആവേശമല്ലേ? ആവേശം എന്ന് പറയുന്നത് നമ്മുടെ ആവേശമല്ല, ഓപ്പോസിറ്റ് പുറത്തു നിൽക്കുന്ന ഒരു ആവേശം കാണുമുണ്ടാവുന്ന ഒരു പെർഫോമൻസ് ആണ് നമ്മളുടെ. ഒരു പേഴ്സണലായിട്ടൊരു ചോദ്യമാണ്, ബംഗാളികൾ ചെണ്ടമേളത്തിൽ വരാൻ സാധ്യതയുണ്ടോ ഭാവിയിൽ? വരും, ഉറപ്പായിട്ടും വരും. എന്തുകൊണ്ടാണ്? നമ്മുടെ ഒരു തനത് കലാരൂപം അല്ലെങ്കിൽ ഒരു തനത് ശൈലിയാണ് കേരളത്തിന്റെ. അതിന് ബംഗാളി വരാൻ കാരണം എന്തായിരിക്കും കാരണം? കേരളത്തില് ബംഗാളികളില്ലാത്തവർക്ക് ഇല്ലല്ലോ. ഇല്ല. അപ്പൊ അതുപോലെ തന്നെ സ്വാഭാവികമായിട്ട് പിന്നെ അവർക്ക് കൂലിയും കുറവാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭാവിയിൽ അവരെ വരുള്ളൂ. ഓക്കെ. അവർ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മളിപ്പോൾ ഒരു 3 മണിക്കൂർ ചെയ്യുന്ന അവർ 4 മണിക്കൂർ ചെയ്യാൻ സാധ്യതയുണ്ടോ? നമ്മൾ ടയേർഡ്, നമ്മൾ കേരളീയർ മീൻസ് ഒരു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ടയേർഡ് ആവുന്ന ആൾക്കാരാണ് ബംഗാളികളെ അപേക്ഷിച്ച്.
പെട്ടെന്ന് ടയേർഡ് ചെയ്യുന്ന ആൾക്കാരാണ്. പ്രാക്ടീസിന്റെ പ്രാക്ടീസിന്റെ ആണ്. നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കും, ചെയ്തിരിക്കാൻ പറ്റും. ഓക്കെ, ഒരു ദിവസം എത്ര മണിക്കൂർ പ്രാക്ടീസ് ചെയ്യാറുണ്ട്? ഒരു ദിവസമാണോ അല്ലെങ്കിൽ വീക്കിലി ആണോ, എങ്ങനെയാണ്? അതായത് എല്ലാവർക്കും സമയം കിട്ടുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ഒരു ക്ലാസ് വെക്കും. ഇന്ന ദിവസം നമ്മൾ ക്ലാസ് വെച്ച് എല്ലാവരും ആ സമയത്ത് വരുന്നു, ചെയ്യുന്നുണ്ട്. നമ്മൾ പുതിയ പുതിയ ഓരോരോ വെറൈറ്റി കൊണ്ടുവരുന്നുണ്ട്. അവിടുത്തെ ഇപ്പം വളർന്നു വരുന്ന കുട്ടികൾക്ക് നിങ്ങൾ ക്ലാസ് കൊടുക്കാറുണ്ടോ? ചിലർക്ക് ഇതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഉള്ളവർക്കും പിന്നെ അതുപോലെ ഈ ഒരു വാസനയുള്ളവരെയൊക്കെ തേടി പിടിച്ച് ചെയ്തു കൊടുക്കും. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞ സമ്പൂർണ്ണ ചെണ്ടമേളം ടീം ഉണ്ടാവും അവിടെ ഭാവിയിൽ, ഉണ്ടാവട്ടെ അല്ലേ? ശരി. അപ്പൊ ഞങ്ങൾ വന്ന പാട്ട് പാടുന്നവരുണ്ടല്ലോ ഇതില്. അതെ, എനിക്ക് ഞാനാണ് സാർ കലാകാരൻ. ചോദിക്കാത്ത ഇഷ്ടമുള്ള നാടൻ പാട്ടാണ്. എന്താണ് ഒരു നാടൻ പാട്ട് പാടുന്നത്? നാടൻ പാട്ട് ഒന്ന് കയ്യിലടിച്ച് പ്രോത്സാഹിപ്പിക്കാം. നാടൻ പാട്ട്, നല്ലൊരു നാടൻ പാട്ട്. ഓക്കെ, ഇഷ്ടമുള്ളൊരു പാട്ട്. ഒരു കല്യാണ രാമൻ സോങ്. ഇതുപോലൊരു സുന്ദരിയുണ്ടോ, മൃദുപാക്ഷിണി ഭൂമിയിലുണ്ടോ, മൃദുലക്കിതലങ്കരമാണു ഇവളെ കൊതിക്കാത്തവളുണ്ടോ, നിലവിളക്കായി നിറപറയായി സുന്ദരി ജാനകി നീയല്ലേ സീതേ, എന്നാണു മിന്നാരം മിന്നമിന്നേ കല്യാണം, പൂപ്പൊമ്പനും കാണാൻ കൊതിച്ചൊരു സുന്ദര കല്യാണം. കല്യാണം കല്യാണം മന്ദപൂരത്തിന് ആഹ്ലാദം, ഇതില്ലാപുരി കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം. 100,000 പേരു വരുന്നു, പരിതാപകരം അറിയുന്നു, ശിവക്ഷാപം മണ്ണിലുറഞ്ഞു, സ്വയംവര പന്തലാടിയുലഞ്ഞു, മലരെ നീ മിഴി കൂപ്പി വെറുതെ പൂമാലയുമേന്തി, ആരാണ് ഈ വഴിയെ ആണഴകുള്ളൊന്റെ പിന്നഴകായി, ഊർമിളക്കിത് സംശയമായി ഇടവേളയിൽ. കല്യാണം കല്യാണം മന്ദപൂരത്തിന് ആഹ്ലാദം, ഇതെല്ലാപുരി കാണാൻ കൊതിച്ചൊരു സീതാ കല്യാണം. അടിപൊളി, സൂപ്പർ. ഇതെല്ലാം ആ നാട്ടിലുള്ള എല്ലാവർക്കും ഈ പാട്ട് കേട്ടിട്ടുണ്ടാവും. ഏത് കല്യാണം വീട്ടിലും ശരി, അടിപൊളി. അപ്പൊ ഞങ്ങൾ വന്ന കാര്യം പറയാം. ഞങ്ങൾ വന്നിരിക്കുന്നത് ഇഞ്ചോടിഞ്ചി എന്നാണ് പ്രോഗ്രാമിന്റെ പേര്. ഒരു 10 ഫണ്ണി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുണ്ട്. അപ്പോൾ ഞാൻ ഓരോ ചോദ്യങ്ങൾ പറയും, ഉത്തരം ഏറ്റവും കൂടുതൽ ഉത്തരം പറയുന്നത് ആരാണോ അവർക്ക് ഞാൻ സമ്മാനം തരും. ഒരു ഇൻഡിവിജ്വലായിട്ട് അറിയുന്ന ഉത്തരം പറയാം, ഇല്ലെങ്കിൽ ഞാൻ ചെറിയ സമയം തരാം, ഇല്ലെങ്കിൽ ഞാൻ അതിൻ്റെ ഉത്തരം ഞാൻ പറയാം. റെഡി അല്ലേ? ശരി. ഇത് അപ്പോൾ ആ ചോദ്യത്തിലേക്ക് ഇറങ്ങിയാണ്. 10 ചോദ്യങ്ങളിലുള്ള ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോവാണ്. അപ്പോൾ വലിയൊരു ടീമാണ് ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് വന്നിരിക്കുകയാണ് അവാർഡുകൾ ഏറ്റുവാങ്ങാൻ വേണ്ടി. ശരി, ആദ്യ ചോദ്യത്തിലേക്ക്. ചോദ്യം 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ചോദ്യം ശ്രദ്ധിച്ചേട്ടോ. 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്. ആദ്യ 3 അക്ഷരം ചേർന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിരിക്കും. ഓക്കെ, 4 ചേർന്നാൽ ഇത് അപകടമുണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്താണെന്നുള്ളതാണ് ചോദ്യം. 4 അക്ഷരങ്ങളുള്ള ഒരു ഇംഗ്ലീഷ് വാക്ക്, വെറും 4 അക്ഷരം മാത്രമേ ഇതിലുള്ളൂ. ആദ്യത്തെ 3 അക്ഷരം ചേർന്നാൽ കൊലപാതകവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സംഭവമായിട്ട് ഇതിനെ പൊതുവെ പറയും. ഓക്കെ, കൊലപാതകം, ആക്സിഡൻറ്റ്, ഇതൊക്കെ ആയിട്ടുള്ള ഒരു സംഭവമായിട്ട് പറയും. 4 ചേർന്നാൽ ഇതൊരു അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. എന്താണ്? ഇതുപോലൊരു ചോദ്യം ഇതുണ്ടോ? അതായത് സിമ്പിളാണ്. ഒരു കൊലപാതകം നടന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ്, ഭീകരമായിട്ടുള്ളൊരു ആക്സിഡൻറ്റ് നടന്നു കഴിഞ്ഞാൽ നമ്മൾ പൊതുവേ കേൾക്കുന്ന ഒരു വാക്കാണിത്. ഒരു 3 ഇംഗ്ലീഷ് അക്ഷരങ്ങൾ. ഓക്കെ, ഇതിലുള്ളത് 4 ഇംഗ്ലീഷ് അക്ഷരം. 4 ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കര അപകടം ഉണ്ടാക്കുന്ന ഒരു സംഭവം, ഒരു സാധനം, ഒരു സംഭവമായിട്ട് മാറും. ഓക്കെ, ആദ്യത്തെ 3 അക്ഷരം ചേർന്ന് കഴിഞ്ഞാൽ കൊലപാതകം, അതുപോലൊക്കെ കുസൃതിയാണ്. ആ രീതിയിൽ മാത്രമേ. ഈ അടുത്ത കാലത്ത് ഈ ഒരു അപകടമുണ്ടാക്കുന്ന ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് സിമ്പിളാണ്. സിമ്പിൾ എന്ന് പറയാൻ വളരെ സിമ്പിളാണിത്. ഇംഗ്ലീഷ് വാക്കാണേ. ഇംഗ്ലീഷ് വാക്കെന്ന് വെച്ചാൽ പേടിക്കൊന്നും, വളരെ സിമ്പിളായിട്ടുള്ള 4 അക്ഷരമുള്ള ഒരു ഇംഗ്ലീഷ് വാക്കാണ്. പറയേണ്ട സമയം കഴിഞ്ഞു കേട്ടോ. അതായത് 4 അക്ഷരം മാത്രമേ ഉള്ളൂ. ആദ്യത്തെ 3 അക്ഷരം ചേർന്നാൽ കൊലപാതകമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കും. 4 ചേർന്ന് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അപകടം ഉണ്ടാക്കുന്ന ഒരു സാധനമാണിത്. ഈ അടുത്ത കാലത്ത്
ഒരു രാജ്യത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വലിയൊരു അപകടം നടന്നു. അല്ല, ഈ അടുത്ത കാലത്ത് ഇതുമായി ബന്ധപ്പെട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അപകടം നടന്ന് കുറേ സുഹൃത്തുക്കൾ നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ഫയർ FIRE. ഓക്കെ, അപ്പോൾ കൊലപാതകവുമായി ബന്ധപ്പെട്ട ആദ്യത്തെ 3 അക്ഷരം FIR. ഫയർ. തീ. പുഷ്പ തീയടാ. ഫയർ. FIRE. ആദ്യത്തെ 3 അക്ഷരം FIR. കൊലപാതകം, ആക്സിഡന്റ് ഒക്കെ ബന്ധപ്പെട്ട് പറയുന്ന ഒരു വാക്കാണ്. FIRE എന്ന് പറയുന്നത് ഫയർ, തീയാണ്. അറിയാലോ, കുവൈത്തുമായി ബന്ധപ്പെട്ടുള്ള ഒരു വാർത്തകളൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ശരി, നമ്മളിനി അടുത്ത ചോദ്യത്തിലേക്ക് പോകുന്നു. ഒരു മാർക്ക് കേട്ടോ. ഓക്കെ, അടുത്ത ചോദ്യം. ഒരു വളർത്തു മൃഗത്തിൻ്റെ പേര്, നമ്മൾ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു വളർത്തു മൃഗത്തിൻ്റെ പേര് ചിലപ്പോൾ മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗത്തിൻ്റെ പേരോട് ചേർത്ത് പറയാറുണ്ട്. ഒരു വളർത്തു മൃഗത്തിൻ്റെ പേര്, നമ്മളെല്ലാവരും വീടുകളിൽ വളർത്തുന്ന ഒരു വളർത്തു മൃഗത്തിൻ്റെ പേരിൻ്റെ ആ പേര് ചില സമയങ്ങളിൽ നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗം, അത് ചെറുതാവാം വലുതാവാം, ഓക്കെ, ഒരു ഭാഗത്തിൻ്റെ പേരോട് ചേർത്ത് പറയാറുണ്ട്. എന്താണ്? നമ്മൾ വീട്ടിലൊക്കെ ചിലപ്പോൾ നമ്മൾ വളർത്തുന്നതാണ്. ഇതൊരു സൗന്ദര്യത്തിൻ്റെ പ്രതീകാത്മകമാണെന്ന് പൊതുവെ പറയാറുണ്ട്. അല്ലല്ല, വളർത്തു മൃഗം. നമ്മുടെ വീട്ടിൽ ആന വളർത്തൽ ഉണ്ടെങ്കിലും മിക്കവാറും ആൾക്കാരുടെ വീട്ടിൽ ഇതിനെ വളർത്താറുണ്ട്. ഇതിൻ്റെ പറഞ്ഞോ, ഇംഗ്ലീഷ് മലയാളം. ചിലപ്പോഴെങ്കിലും നമ്മൾ ഒരു ആളെ ഉപമിക്കാനല്ല, ചില ആൾക്കാർ നമുക്കൊരു വസ്തുവിൻ്റെ പിറകിൽ ഒരുപാട് സൂചനകൾ ഉണ്ടാവില്ലേ. ഇപ്പം ബ്രോൻ്റെ പറയുമ്പം ആ പാട്ട് സ്ഥിരമായിട്ട് പാടുന്നതെന്ന് പറയുന്നത് താങ്കളെക്കുറിച്ചുള്ള ഒരു ക്ലൂ ആണ്. അതുപോലെ ചിലപ്പോൾ ഒരു വ്യക്തിയെ സൂചന ആയിട്ട് നമുക്ക് ഇത് പറയാറുണ്ട്. അത്ര കഥയില്ല, പോത്തല്ല, സിമ്പിളാണ്. ഒന്നുകൂടി ഞാൻ പറയാം. ഒരു വളർത്തു മൃഗത്തിൻ്റെ പേര് ചിലപ്പോഴെങ്കിലും ആ പേര് നമ്മുടെ മനുഷ്യന്മാരുടെ ഒരു ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ഒരു ഭാഗവും, നമ്മളെ ഒരുപാട് അവയവങ്ങളുണ്ടല്ലോ, ഒരു അവയവത്തിൻ്റെ പേരിനോടൊപ്പം ചേർത്ത് പറയാറുണ്ട്. ഇതൊരു ഇത്തിരി സൗന്ദര്യത്തോടു കൂടി പറയുന്ന ഒരു വാക്കാണ്. ചിലപ്പോൾ ഇതുണ്ടായിക്കഴിഞ്ഞാൽ നല്ല സൗന്ദര്യമാണെന്ന് പറയും. ചിലപ്പോൾ ഒരാളെ ഇന്നാൾ ഇങ്ങനെയുള്ള ഒരാളാണെന്ന് പറയാനും വേണ്ടിയിട്ടും ഇത് പറയാറുണ്ട്. വീട്ടിൽ ഏതെങ്കിലും വളർത്തു മൃഗങ്ങൾ വീട്ടിൽ പട്ടിയുള്ളൂ. വീട്ടിലും പട്ടിയാ. ഡോഗുണ്ട്. പൂച്ചയുണ്ട്. ഒന്നുമില്ല. കോഴിയുണ്ടല്ലേ? പട്ടിയുണ്ട്. ഒന്നുമില്ല. ഓക്കെ, ഏതാണ്ടൊക്കെ ഉത്തരം അടുത്തെത്തി. ഇനി പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റുന്നേ ഉള്ളൂ. ഇല്ല, കോഴിയും നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ടില്ല. ഡോഗും നമ്മുടെ മനുഷ്യ ശരീരവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടാ. ഇനി വേറെ ഏതെങ്കിലും ഒരു വളർത്തുമൃഗം ഉണ്ടെങ്കിൽ അല്ല, പശുവല്ല. വളർത്തുമൃഗം നമ്മുടെ ഇതായിട്ട് പറയാറുണ്ടോ? ഇല്ല. അണ്ണാനല്ല. എൻ്റെ ഉത്തരം ഞാൻ പറയട്ടെ. ഓക്കെ, അതിൻ്റെ ശരി ഉത്തരം എന്ന് പറയുന്നത് പൂച്ചയാണ്. പൂച്ച. നമ്മൾ പൊതുവെ പറയാറുണ്ട് പൂച്ചക്കണ്ണ്. പൂച്ചക്കണ്ണ് ചിലപ്പോൾ സൗന്ദര്യത്തിൻ്റെ ഇതിനു വേണ്ടി പറയാം, അതിന് പൂച്ചക്കണ്ണാണെന്ന് പറയും. ചിലപ്പോഴെങ്കിലും ഒരാൾ നാട്ടിലേക്ക് തേടി വരുന്ന സമയത്ത് പറയും ആ പൂച്ചക്കണ്ണുള്ളവൻ. പൊതുവെ പറയുന്നതാണ്. പൂച്ചക്കണ്ണെന്നുള്ളതാണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം. ശരി, അടുത്ത 3ാമത്തെ ചോദ്യമാണ്. ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം. ഒരു നിറത്തെ പകുതിയാക്കിയാൽ, കുസൃതിയാണ്, ഈ രീതിയിൽ എടുത്താൽ മതിയേ. ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം. ഒരു നിറത്തെ പകുതിയാക്കിയാൽ, ഓറഞ്ചില്ല. ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം. ഈ ഭക്ഷണ സാധനം കൂടുതൽ നമ്മൾ ചിലപ്പോഴെങ്കിലും മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് കൂടുതലായിട്ട് ഉപയോഗിക്കാറ്. ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം. സിമ്പിൾ, നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളതാണ്. ഈ ബ്രേക്ക്ഫാസ്റ്റ് ടൈമാണ് ഈ സംഭവം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. രാത്രി ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടായേക്കാം. മുട്ടയല്ല. ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന, ഇതെല്ലാം കുസൃതിയായിട്ട് എടുത്താൽ മതി കേട്ടോ. ഇതിൻ്റെ എപ്പിസോഡ് പോകുന്ന സമയത്ത് എന്തൊക്കെയാ കമൻസ് വരിക എന്നറിയാം. എന്നാലും കുഴപ്പമില്ല, ഇത് നമ്മുടെ ജോലിയാണ്. ആ ജോലിയുടെ ഭാഗത്തായിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഗ്രീൻ ഒരു ഭക്ഷണ സാധനം പറ. ഗ്രീൻ ആപ്പിൾ, പൈനാപ്പിൾ, ഗ്രീൻ ടീ. അല്ല, ഏതാണ് കരുതെത്തി? അത് ഭക്ഷണ സാധനമാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഗ്രീൻ പീസ്. താങ്ക് യു അല്ലേ. ഗ്രീൻ പീസ്, ഒരു നിറത്തെ പകുതിയാക്കിയാൽ കിട്ടുന്ന ഭക്ഷണ സാധനം ഗ്രീൻ പീസ് കേട്ടോ. ഗ്രീൻ പീസ്. ഓക്കെ, 4ാമത്തെ ചോദ്യം. ഓക്കെ, ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ നിറത്തിൽ എഴുതുന്നത് എന്താണ്?
ടെക്സ്റ്റ് നമ്മളിപ്പം എഴുതാറുണ്ട്, അത് നമുക്കത് വായിക്കാൻ പറ്റും, എഴുതുന്നത് വായിക്കാൻ പറ്റും. എന്നാൽ ഇതിലെ ജാതിയില്ല, മതമില്ല, ഭാഷയില്ല, വർണ്ണമില്ല, എല്ലാവരും ഒരുപോലെ എഴുതുന്നത് എന്താണ്? ഒരേ നിറത്തിൽ, ഒരു നിറമാണ് വേണ്ടത്. നീല. എല്ലാവരും അവിടെ എന്താ പറയാ, ചുവപ്പല്ല, വൈറ്റ് അല്ല, എല്ലാവരും ഒരുപോലെ എഴുതുന്ന ഒരു സംഭവം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരേ നിറത്തിൽ എഴുതുന്നത് എന്താണ്? ഒരു നിറത്തിലാണ് ഇത് കൂടുതൽ എഴുതുക. നമ്മൾ ചിലപ്പോൾ മഷി, ചുവപ്പ് മഷീനെ കൊണ്ട് എഴുതും, നീല മഷി കൊണ്ട് എഴുതും, ആ ഒരു കളർ അത് എഴുതുന്നതാണ്. അതെന്താണെന്നുള്ളതാണ് ചോദ്യം. ഒരു ക്ലൂ ഞാൻ തരാം. നമുക്ക് എന്താ പറയുക, ദുഃഖം എന്നൊക്കെ. അപ്പോൾ അത് എന്തെഴുത്താണെന്നുള്ളതാണ് ചോദ്യം. എന്തെഴുത്താണെന്നുള്ളതാണ് എനിക്ക് വേണ്ടത്. പൊതുവെ പറയുന്നൊരു വേർഡാണത്. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്ത്? ഈ സംഭവം ബ്ലാക്ക് ആണെന്ന് പറഞ്ഞു. ഇനി എന്തെഴുത്ത് എന്നുള്ളതാണ് ചോദ്യം. അല്ല, ശരി അല്ല. കൂടുതൽ ലേഡീസാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിക്കാണ്. അല്ല, കൂടുതൽ ലേഡീസ്. പക്ഷേ ഇത് നമുക്ക് വായിക്കാൻ പറ്റില്ല. ഈ എഴുത്ത് നമുക്ക് വായിക്കാൻ പറ്റില്ല. അല്ല, നമുക്ക് ഒപ്പ് ജസ്റ്റ് കണ്ടാൽ തന്നെ നമുക്കൊരു മറ്റേ ഇംഗ്ലീഷ് അക്ഷരം. അതായത് ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു നിറത്തിൽ എഴുതുന്നത് എന്ത്? ആൾ കറുപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ട്, ഓക്കെ. പക്ഷേ ആ എഴുത്തിനൊരു പേര് പറയുന്നുണ്ട്. കൂടുതലും ലേഡീസാണ് ഇത് എഴുതുന്നത്, ഓക്കെ. നമുക്കത് വായിക്കാൻ പറ്റില്ല. അവിടെ എല്ലാ ഭാഷക്കാരും, തെലുങ്കാണെങ്കിലും കൺമഷി. അപ്പൊ അതിനൊരു പേര് പറ. എന്തേ എന്തെഴുത്ത്? കണ്ണെഴുത്ത്. റൈറ്റ് ആൻസർ. ഒരു കൈയ്യടി കൊടുക്കട്ടാ. കണ്ണെഴുത്ത്. അവിടെ തുളുവെന്നോ അങ്ങനെ ഒന്നുമില്ല. എല്ലാവരും ഒരേപോലെ തന്നെയാണ്. ലേഡീസാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, ഓക്കെ. അടുത്ത ചോദ്യം, ഓക്കെ. ഉപദ്രവകാരിയായ ഒരു ചെറിയ ജീവിയുടെ പേരുള്ള ഒരു മത്സ്യം. ഉപദ്രവകാരിയായ ഒരു ചെറിയൊരു ജീവിയുടെ പേര് ഒളിഞ്ഞു കിടക്കുന്ന ഒരു മത്സ്യം. കുസൃതിയാണ് കേട്ടോ. ഇത്തിരി വില കൂടി. അവിടെയൊക്കെ എങ്ങനെയാ പൊതുവെ മത്സ്യത്തിനൊക്കെ, മത്തിക്കൊക്കെ വില കുറഞ്ഞ? 400 കുറഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാവർക്കും ഒരു സമയം വരും അല്ലേ? അത് കാണിക്കുന്നത്. അതായത് ഉപദ്രവകാരിയായ ഒരു ചെറിയ ജീവിയുടെ പേര് ഒളിഞ്ഞിട്ടുള്ള ഒരു മത്സ്യത്തിന്റെ പേര് നമുക്ക് കഴിക്കാം. ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടും. പക്ഷെ ഇത്തിരി വില കൂടിയ കരിമീൻ. പക്ഷെ ആ ഇതിന്റെ പേര് കൃത്യമായിട്ടൊന്നും വേണം. ആ ജീവിയുടെ പേര് വേണം. ഞങ്ങളുടെ അവിടെ ഈ പാമ്പാടാന്ന് പറഞ്ഞൊരു മത്സ്യം ഉണ്ടോ? പാമ്പാടാ, പാമ്പ് പോലത്തെ. അതല്ല. അതായത് ഒരു ഉപദ്രവകാരിയായ ഒരു ചെറിയ ജീവിയുടെ പേരുള്ള ഒരു മത്സ്യം. ഈ ചെറിയ ജീവിയുടെ പേര്, ആ ജീവിയുടെ പേര് ഈ മത്സ്യത്തിന്റെ പേരിനുള്ളിലുണ്ട്. ആ ജീവിയുടെ പേരിലാണ് ഈ മത്സ്യത്തിന്റെ പേര് അവസാനിക്കുന്നത്. നമ്മളെ വീടുകളിലൊക്കെ കാണുന്ന ഒരു ജീവിയാണ്. ഉപദ്രവകാരി എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് കടിച്ചു തിന്നൊന്നുമില്ല. ഏതാണ്ട് കടുത്തെത്തി. ചെമ്പല്ലി അല്ല, കാളാഞ്ചി. ചെമ്മീൻ. ജീവിയുടെ പേരല്ലേ പറ? ജീവിന്റെ പേരും വേണം, ആ മത്സ്യത്തിന്റെ പേര്. കരിമീൻ പറഞ്ഞത് ശരിയാണോ? പക്ഷെ എനിക്ക് ആ കൃത്യമായിട്ടുള്ള ഉത്തരമാണ് വേണ്ടത്. ഓക്കെ, ഞാൻ ഒരു കാര്യം ചെയ്യാം. അതിന്റെ ശരി ഉത്തരം ഞാൻ പറയാം. നിങ്ങളുടെ നാട്ടിൽ ചിലപ്പോൾ ഏത് രീതിയിലാണ് പറഞ്ഞാൽ എനിക്കറിയില്ല. ആ ഉത്തരം പറയാം. അത് ആരപ്പാ? ശരി, അതിന്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറഞ്ഞാൽ അയക്കൂറ മത്സ്യം എന്ന് പറഞ്ഞിട്ടൊരു മത്സ്യമുണ്ട്. അയക്കൂറ ഫ്രൈ ഒക്കെ ആക്കുന്ന ഒരു വലിയൊരു മത്സ്യം. കേട്ടിട്ടില്ല? വേറെ വലിയ പേരാണ്. ഓക്കെ, എനിക്ക് ചിലപ്പോ ഏതായിരുന്നു? ശരി, അടുത്ത ചോദ്യം. ഓക്കെ. പേരിൽ ഇഷ്ടമുണ്ട് പക്ഷെ കഴിക്കാൻ അല്പം ബുദ്ധിമുട്ടാണ്. എന്താണ്? പേരിൽ ഇഷ്ടം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ കഴിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. മദ്യം ഒഴികെ ബാക്കി എന്തും പറയാം. ആരുടെയൊക്കെ തലയിലേക്ക് മദ്യം പോയിട്ടുണ്ട്. അതായത് പേരിൽ ഇഷ്ടം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇഷ്ടം തന്നെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പക്ഷെ കഴിക്കാൻ ഒരല്പം ബുദ്ധിമുട്ടാണ്. ചിലപ്പോൾ ഈ അസുഖവുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് അരിഷ്ടം. റൈറ്റ് ആൻസർ. അരിഷ്ടം. ഓക്കെ. ഓക്കെ, 7ാമത്തെ ചോദ്യം കേട്ടോ. ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് 10, 100, 1010, 1,10,10, 10,010 എന്നൊക്കെ പറയാറുണ്ട്. എന്നാൽ ഏറ്റവും മുകളിലുള്ള 10 ഏതാണ്? ഏറ്റവും മുകളിലുള്ള 10 സമ്പത്തല്ല, അതിന് മുകളിൽ. ആപത്തല്ല, ഏറ്റവും മുകളിലുള്ള 10 തലപ്പത്ത്. റൈറ്റ് ആൻസർ. തലപ്പത്ത്. റെഡി? 8ാമത്തെ ചോദ്യം. ഓക്കെ. 8ാമത്തെ ചോദ്യം.
നമുക്കിപ്പോൾ ക്ലോക്കിൽ മിനിറ്റ് സൂചി, സെക്കൻഡ് സൂചി, മണിക്കൂർ സൂചി ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ചോദ്യം ഇതാണ്, ഇതൊരു GK ആണ്, എന്നാൽ ഒരു കുസൃതിയാണ്. ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും? ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും? 12 തവണ ഒരു ദിവസം. 24 തവണ, 2 തവണ. പിന്നെ മണിക്കൂർ സൂചി എത്ര തവണ കറങ്ങും? ഒരു ദിവസം. ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും? ക്ലോക്കിലെ മണിക്കൂർ സൂചി ഒരു ദിവസം എത്ര തവണ കറങ്ങും? 60. ആള് പറഞ്ഞിരിക്കുന്നത് 2 റൈറ്റ് ആൻസർ ആണ്. അതായത് 12 to 12 AM, 12 to 12 PM. നീ ഭയങ്കര. നമസ്കാരം. ഓക്കെ ഇനി വെറും 2 ചോദ്യം കേട്ടോ. 2 ചോദ്യം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം ഏതാണ്? നമുക്ക് ഈ ചില മണങ്ങൾ നമുക്കൊന്നും കാണാൻ പറ്റില്ല, പക്ഷെ കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം ഏതാണ്? കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റും. ചില സ്ഥലങ്ങളിലൊക്കെ നടക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇത് നടക്കും. നമ്മൾ പത്രങ്ങളിലൊക്കെ മീഡിയയിലൊക്കെ നമ്മൾ വായിക്കാറുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം. കണ്ണുകൊണ്ട് ഇത് കാണാൻ പറ്റും. അതൊരു പേരാണ്, മലയാളത്തിലൊരു വാക്കാണ്. അതിൽ മണം ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ നടക്കാറുണ്ട്. നമ്മൾ ചിലപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ആഘോഷ സമയത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്തൊക്കെ ഉണ്ടാവും. അല്ല, മണം അതിൽ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. മണം വരുന്നുണ്ട്. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം. തിരുമണം. കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന മണം. ഇനി ഒറ്റൊരു ചോദ്യം കൂടി മാത്രമേ ഉള്ളൂ. ഇത് ചിലപ്പോൾ നമ്മൾ ടീമൊക്കെ ആയിട്ട് ചിലപ്പോൾ ഇതിൽ നമുക്ക് ഒരാൾക്ക് അങ്ങനെ പ്രശ്നം വരുന്ന സമയത്ത് ഒരു ടീമായിട്ടൊക്കെ പോയിട്ട് അതിലൊക്കെ പങ്കുചേരും. ദുർമണമാണ്. മണം 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 ഇല്ല. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾ എന്താ പറയുക, നിങ്ങൾ ഈ ഇതുമായി ബന്ധപ്പെട്ട് ചെണ്ടമേളവുമായി ബന്ധപ്പെട്ട് ഉത്സവ പറമ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്ന് കാണാം. ചിലപ്പോൾ പൊടിമണല്ല. ഓക്കെ, അതിൻ്റെ ശരിയുത്തരം ആക്രമണം. ഓക്കെ, 10ാമത്തെ ചോദ്യം. പല നിറത്തിലും പല വലിപ്പത്തിലും പല മണത്തിലും പല വിലയിലും കിട്ടുന്ന ഖരരൂപത്തിലുള്ള കറി ഏതാണ്? കറി എന്ന് പറയുന്നത് ദ്രാവക രൂപത്തിലാണ് അല്ലേ? സാമ്പാർ. ഇഷ്ടപ്പെട്ട കറി ഏതാണ്? എല്ലാം കഴിക്കും. സ്പെഷ്യലി എങ്ങനെയൊന്നും കൊണ്ടോ? മീൻ കറിയൊക്കെ കഴിക്കും അല്ലേ? മീൻ നമുക്ക് മുളകിട്ട് കഴിക്കാം അല്ലേ? തേങ്ങ അരച്ച് വെച്ച് കഴിക്കാം, അങ്ങനെയൊക്കെ കഴിക്കാം. പല നിറത്തിലും പല വലിപ്പത്തിലും പല മണത്തിലും പല വിലയിലും കിട്ടുന്ന ഖരരൂപത്തിലുള്ള കറി. കുസൃതിയാണേ, ഖരരൂപത്തിലുള്ള കറി. ഇവിടെ ഖരരൂപത്തിൽ കിട്ടും. പല രൂപത്തിലുണ്ട്, പല നിറത്തിലുണ്ട്, പല മണത്തിലുണ്ട്, പല വിലയിലുണ്ട്. കറി മീൻസ് നമ്മൾ പൊതുവെ ദ്രാവകം, പക്ഷെ ഇവിടെ ഇത് ഖരരൂപത്തിൽ നമുക്ക് കാണാം. കറി കുസൃതിയാണേ. അതിൽ കറിയായിട്ടൊരു ബന്ധമില്ലേ? സിമ്പിൾ അല്ലത്. പല രൂപത്തിലും പല നിറത്തിലും പല ഖരരൂപത്തിലുള്ള കറി. പല രൂപത്തിലും പല മണത്തിലും പല മോഡലിലൊക്കെ കാണാൻ പറ്റുന്ന, വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റുന്ന കറി. ആഘോഷ സമയത്ത്, സന്തോഷ സമയത്ത് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ഒരു യാത്രകളിൽ ഉപയോഗിക്കുന്നൊരു സംഭവമാണ്. ഏത് മത്തിയ? കൺഫ്യൂഷൻ ആയല്ലോ അല്ലേ? മരക്കറി അല്ല. പല നിറത്തിൽ പല രൂപത്തിൽ പല നിറത്തിലുണ്ട്, പല വർണ്ണങ്ങളിൽ, എന്താ പറയുക, വില കൊടുത്ത് പല വിലയിൽ പണം കൊടുത്ത് വാങ്ങിക്കുന്ന കറി അതാണ്. നിങ്ങൾ ചിലപ്പോൾ ഇന്ന് വന്നപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ടുണ്ടാവും. അത് ചിലപ്പോൾ അല്ല, വരുന്ന വഴിക്ക് കഴിച്ചിട്ടുണ്ടാവും, അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടാവും. ഇല്ല. അപ്പോൾ അതിൻ്റെ ശരിയുത്തരം എന്ന് പറയുന്നത് ബേക്കറി. ഓക്കെ, ഇപ്പൊ പറയാൻ വന്നത് ഞാൻ എൻ്റെ നാവിൻ്റെ തുമ്പത്തുണ്ടായിരുന്നല്ലേ? ഓക്കെ, അപ്പൊ ഇത് കൂടുതൽ ഉത്തരാരാ പറഞ്ഞിരിക്കുന്നത്? ഞങ്ങൾ 2 പേര്. ഒന്ന് കൂട്ടുകാരനത്തെ പറഞ്ഞിട്ടുണ്ട്, 2 പറഞ്ഞു, കൂട്ടുകാരൻ ഒരെണ്ണം. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനാണ് ഏറ്റവും കൂടുതൽ ഉത്തരം പറഞ്ഞത്. ഒന്നുകൂടി പേര് പറഞ്ഞേ. വിശാൽ. അപ്പൊ വിശാലാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലെ വിജയ് എന്ന് പറഞ്ഞ. വിശാൽ നല്ലൊരു കൈ കൊടുക്കും എല്ലാവരും ഉഷാറായിട്ട്. ഓക്കെ, അടിപൊളി. അപ്പൊ വിശാലിന് ഞങ്ങളുടെ ഇഞ്ചോടിജി എന്ന് പറയുന്ന പ്രോഗ്രാമിന്റെ സ്നേഹം നിറഞ്ഞ സമ്മാനം. നമ്മുടെ VMTV ചാനൽ, അതുപോലെ തന്നെ വിഘ്നേശ്വര ചാനലൊക്കെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പ്രോഗ്രാമുകളും ന്യൂസുകളൊക്കെ പ്രേക്ഷകരിലേക്ക് വരുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് വലിയൊരു ടീമിനാണ് പരിചയപ്പെട്ടത്.
ഫോക്ലോറിൻ്റെ ഒരു അവാർഡ്, ഒരു സന്തോഷ അവാർഡ് ഏറ്റുവാങ്ങാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് വന്ന ഒരു ചെണ്ടമേളത്തിൻ്റെ ടീമാണ്. നല്ലൊരു ടീമാണ്. ഒന്നുകൂടി ടീമിൻ്റെ പേര് പറഞ്ഞേ. ശ്രീ മഹാദേവ സ്ഥലം പെരുവ ശ്രീ മഹാദേവ ചെണ്ടമേളം ടീമാണ്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരാണ് കൂടുതൽ ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇഞ്ചോടിഞ്ചിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ സമ്മാനമാണ് VMTV ന്യൂസ് ചാനൽ നൽകുന്ന സ്നേഹം നിറഞ്ഞ സമ്മാനം. ഹാപ്പി ആണല്ലോ? ഇന്ന് ആരാ കണിയണ്ടേ? ഇന്ന് ഇവരാരെയല്ല തന്നെയായിരിക്കും അല്ലേ? സന്തോഷം. അപ്പോൾ എന്തായാലും ഇന്നത്തെ എപ്പിസോഡിന്റെ സമയം അവസാനിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയ ചോദ്യങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. തൽക്കാലം ഇവിടെ പറയുന്നു ബൈ ഫ്രം സുമിത് രാഘവ്. ടേക്ക് കെയർ. ബൈ.